Stay home, stay safe. Hello, hi friends. Assalamu alaikum. Namaskaram. Welcome back to another brand new episode. എന്തൊക്കെ വിശേഷം? എല്ലാവരും സേഫ് ആണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് നിങ്ങളുടെ ടൈം എങ്ങനെ സ്പെൻഡ് ചെയ്യാറ്? ഒബ്വിയസ്ലി എനിക്കറിയാം, ഹസ്ബൻഡും കുട്ടികളൊക്കെ വീട്ടിലെ ടൈമാണ്, നല്ലോണം വർക്ക് ഉണ്ടാവും എനിക്കറിയാം. എന്നിരുന്നാലും നമുക്ക് കല്യാണത്തിന് പോകാനില്ല, അതുപോലെ സൽക്കാരങ്ങളില്ല, ഷോപ്പിംഗ് ഇല്ല, പുറത്തോക്കില്ല. അപ്പോൾ എന്തായാലും കുറച്ച് സമയമൊക്കെ ഉണ്ടാവും അല്ലേ? എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഉച്ചവരെ വർക്ക് ഫ്രം ഹോമാണ്, വർക്ക് ഉണ്ടാവും. ഉച്ചയ്ക്ക് ശേഷം ഞാൻ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, അതുപോലെ തന്നെ ക്രാഫ്റ്റ്, സ്റ്റിച്ചിങ്, ഇതൊക്കെയാണ് ഞാൻ ചെയ്യാറ്. ക്രാഫ്റ്റൊക്കെ ആക്ച്വലി ഞാൻ സൈഡാക്കി വെച്ചതായിരുന്നു കേട്ടോ, സമയമില്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ പിന്നെ കുറച്ച് സമയം കിട്ടിയപ്പം എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് കുറച്ച് ക്രാഫ്റ്റൊക്കെ ചെയ്ത് തുടങ്ങി. കാരണം സ്റ്റേഷനറി ഷോപ്പിലൊന്നും പോയിട്ട് ക്രാഫ്റ്റ് ഐറ്റംസ് ഒന്നും വാങ്ങാൻ പറ്റിയ സിറ്റുവേഷൻ അല്ലല്ലോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് കുറച്ച് ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ബോട്ടിൽ ആർട്ട്, DIY, വാൾ ഡെക്കോർ, ഇങ്ങനെ കുറച്ചൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വാൾ ഡെക്കോറിൻ്റെ വീഡിയോ ആണ്. കണ്ടോ, ഈ ഒരു വാൾ ഡെക്കോറാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു അടിപൊളി വാൾ ഡെക്കോർ വളരെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്ന്. ആദ്യം നമുക്ക് വേണ്ടത് കാർഡ്ബോർഡാണ്. 10x14 ഇഞ്ചിൽ 2 കാർഡ്ബോർഡ് വേണം. അപ്പോൾ ഒരു പീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. 14x10 ഇഞ്ചിൻ്റെ 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഫെവിക്കോളോ അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണോ ഉപയോഗിച്ച് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിങ്ങനെ ഒരു സെല്ലോ ടാപ്പ് എടുത്തിട്ട്, നമുക്കിങ്ങനെ ഒരു പേപ്പറിൻ്റെ സെല്ലോ ടാപ്പ് കിട്ടും. ഈ ഒരു ടാപ്പ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അരികൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ അരികെ ഒട്ടിക്കുന്നത് നല്ല ഫിക്സായി നിൽക്കുകയും ചെയ്യും, മാത്രമല്ല അരികിലുള്ള ബോറൊന്നും കാണില്ല. അപ്പോൾ നമുക്കിങ്ങനെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. പ്ലാസ്റ്റിക്കിൻ്റെ സെല്ലോ ടാപ്പ് ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ പേപ്പറിൻ്റെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഷാർപ്പ് എഡ്ജ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബുക്കൊക്കെ പൊതിയില്ലേ, ആ ഒരു മോഡൽ നമുക്കത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിച്ചെടുക്കാം. എങ്കിൽ മാത്രമേ നമുക്കവിടെ ഷാർപ്പ് എഡ്ജ് കിട്ടുള്ളൂ. ഇങ്ങനെ നമുക്ക് ഈ കാർഡ്ബോർഡ് 4 വശവും നമുക്ക് ഒട്ടിച്ചെടുക്കണം, 2 കൂട്ടി വെച്ചിട്ട്. അതുപോലെ തന്നെ 4 വശത്തെയും എഡ്ജ് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഷാർപ്പ് എഡ്ജ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് 4 വശവും ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ 2 ഇഞ്ച് വീതിയിൽ ഒരു ലൈൻ വരച്ചു കൊടുക്കണം താഴേക്ക്, ഇങ്ങനെ കണ്ടോ. ഇനി ഈ ഒരു ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊരു ഫ്ലവർ വരയ്ക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു റൗണ്ട് മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കാം. ഇനി ആ ഒരു ഫ്ലവറിൻ്റെ താഴേക്ക് സ്റ്റെമ്മും അതുപോലെ തന്നെ ലീവ്സും വരച്ചു കൊടുക്കാം. ഞാനിവിടെ ചെയ്യാൻ പോണത് ഒരു പ്ലാന്റിൻ്റെ പിക്ചറാണ്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ വലിയൊരു ലീഫോ അല്ലെങ്കിൽ വലിയ ഫ്ലവറോ അങ്ങനെ എന്ത് വേണമെങ്കിലും വരച്ചെടുക്കാം. എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു പഴയ കാർഡ്ബോർഡ് വെച്ചാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അതിൽ കുറച്ച് ഡാമേജ് ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പം ആ ഡാമേജ് ഒന്നും കാണില്ല. ഇനി നമുക്കൊരു ഗ്ലൂ ഗൺ വേണം. ഗ്ലൂ ഗൺ എടുത്തിട്ട് നമുക്ക് ഒന്ന് ഹോട്ടാക്കിയതിന് ശേഷം നമുക്ക് ഗ്ലൂ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് തന്നെ നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസോ അല്ലെങ്കിൽ ചോക്ക് പൊടിയിലോ ചെയ്യാം കേട്ടോ. അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കാം. ഇത് നമുക്കിങ്ങനെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിങ്ങനെ ഡിസൈൻ വരച്ചെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നീളത്തിൽ ഇങ്ങനെ ഓരോരോ ഡിസൈൻ വരച്ചു കൊടുക്കുകയാണ്. ആ റൗണ്ട് ഫുള്ള് നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം. കാർഡ്ബോർഡിന് ഒരു ഡിസൈൻ ഉണ്ടാവില്ലേ, താഴേക്ക് ഒരു ലൈൻ പോലെ. എനിക്ക് ആ ഒരു ഡിസൈൻ അങ്ങനെ തന്നെ വേണ്ടതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ വെച്ചത്. നിങ്ങൾക്ക് ഇനി ആ ഡിസൈൻ വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു കാർഡ്ബോർഡിൻ്റെ മുകളിലേക്ക് A4 സൈസ് പേപ്പറോ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം.
നമുക്കിങ്ങനെ കാർഡ്ബോർഡിൻ്റെ മുകളിൽ ചെയ്യുന്നതിന് പകരം ഹാർഡ് ബോർഡിൻ്റെ മുകളിലും ചെയ്യാം. നമ്മളുടെ പ്ലൈവുഡൊക്കെ പോലത്തെ ഹാർഡ് ബോർഡിൻ്റെ മുകളിലും ചെയ്യാം. അപ്പോൾ ഞാൻ ഫ്ലവർ കഴിഞ്ഞു. ഇനി സ്റ്റെമ്മിൻ്റെ മുകളിൽ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ലീഫും കൂടെ നമുക്ക് ഗ്ലൂ കൊണ്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാം. ഇനി ഒരു ഫ്ലവറിൻ്റെ റൗണ്ടും കൂടെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ 2 ഇഞ്ച് വീതിയിൽ വരച്ച് വെച്ച ആ ഒരു പോർഷനും കൂടെ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. താഴേക്ക് ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ പെയിൻറ്റ് അപ്ലൈ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റൗണ്ട് ഒരു പേപ്പറിൽ വെട്ടിയെടുക്കുകയാണ്. നമ്മൾ ഏത് ഡിസൈനാണോ വരച്ചത് ആ ഡിസൈൻ നമുക്ക് ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ പോർഷനും നമുക്ക് കവർ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വെട്ടിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ഡിസൈനാണോ വരയ്ക്കുന്നത് ആ ഇതിനനുസരിച്ച് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലോറൽ ഡിസൈനാണ്, ഈ ഒരു റൗണ്ട് ഷേപ്പ് വെച്ചിട്ടാണ് ഞാൻ ഫ്ലോറൽ വരച്ചെടുത്തത്. അപ്പോൾ ആ ഒരു റൗണ്ട് ഷേപ്പാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ വരച്ചെടുത്ത ആ പേപ്പർ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമുക്ക് അതൊന്ന് സെല്ലോ ടാപ്പിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫിക്സ് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് അതൊന്ന് അവിടെ അമർന്ന് നിന്നാൽ മതി. ഈ സെല്ലോ ടാപ്പ് നമ്മൾ പൊളിച്ച് കളയും പിന്നീട്. ഇനി ഞാൻ സ്പ്രേ പെയിൻറ്റ് അപ്ലൈ ചെയ്യാൻ പോണ്. അപ്പോൾ ഞാനൊരു ഷീറ്റ് വിരിച്ച് കൊടുത്തിട്ടുണ്ട് അടിയിൽ. സ്പ്രേ പെയിൻറ്റ് ഫുള്ളാവും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും ഇങ്ങനെ ഒരു ഷീറ്റോ എന്തെങ്കിലും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് സ്പ്രേ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചെയ്യുന്നത് ഗോൾഡൻ ആൻഡ് ബ്ലാക്ക് തീമിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് റൂമിൻ്റെ ഒരു തീമിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ മനസ്സിലായല്ലോ നമ്മൾ എന്തിനായിരുന്നു ആ റൗണ്ട് കട്ട് ചെയ്തതെന്ന്. നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത പോർഷൻ മാത്രം നമുക്ക് ഗോൾഡ് സ്പ്രേ പെയിൻറ്റ് ചെയ്യണം. അപ്പം ബാക്കി പോർഷനെല്ലാം ഞാൻ കവർ ചെയ്തെടുത്താണ്. ഇനി നമുക്കൊന്ന് പൊളിച്ച് മാറ്റി നോക്കാം. ഇപ്പം നമ്മുടെ ഫ്ലവർ നമ്മളിങ്ങനെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെമ്മും ലീഫും ചെയ്യണം. അപ്പോൾ ഞാൻ കുറച്ച് സ്പ്രേ പെയിൻറ്റ് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അത് നമുക്ക് സ്പ്രേ പെയിൻറ്റ് ഇങ്ങനെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ മറ്റു പോർഷനിലൊക്കെ ആവും. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് ഇങ്ങനെ ബ്രഷിൽ എടുത്തിട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ്. ഞാൻ എൻ്റെ പ്ലാന്റ് മുഴുവനും ഇങ്ങനെ എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ 2 ഇഞ്ച് വിഡ്ത്തിലൊരു ലൈൻ വരച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിരുന്നു. അവിടെയും കൂടെ നമുക്ക് സ്പ്രേ പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ബാക്കി പോർഷൻസ് എല്ലാം ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് സെയിം പേപ്പർ തന്നെ വെച്ചിട്ട് കവർ ചെയ്യാം. അങ്ങനെ കവർ ചെയ്തതിന് ശേഷം അവിടെയും കൂടി നമുക്ക് സ്പ്രേ പെയിൻറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് അരികിലൊക്കെ ഒന്ന് നന്നായിട്ട് പെയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ പേപ്പർ ഇളക്കി മാറ്റാം. അങ്ങനെ കാർഡ്ബോർഡിലേക്ക് നമ്മുടെ സ്പ്രേ പെയിൻറ്റ് എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
സ്പ്രേ പെയിൻറ്റ് ചെയ്ത സ്ഥലത്തൊഴികെ ബാക്കി എല്ലാ സ്ഥലത്തും നമുക്ക് ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പെയിൻറ്റിങ് ഏകദേശം കഴിയാറായിട്ടുണ്ട്. അത് നിങ്ങളുടെ വാൾ ഡെക്കോറിന് ഒരു ബോർഡർ വേണമെന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ഓഫർ പേപ്പറോ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ലാസ്റ്റ് വരുന്ന സ്ഥലത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അവിടെ ഫിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലൊന്ന് സ്പ്രേ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ നമുക്ക് 3-4 പീസുകൾ ഉണ്ടാക്കിയെടുക്കാം ബോർഡറിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇനി ബോർഡർ വേണ്ടാന്നുണ്ടെങ്കിൽ ബോർഡർ ചെയ്യാൻ വേണ്ട. ഇവിടെ ഞാൻ 3 പേപ്പർ റോൾ ചെയ്തെടുത്തിട്ട് സ്പ്രേ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ ബോർഡറാക്കി നമുക്ക് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഈ സ്പ്രേ പെയിൻറ്റ് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ബോർഡർ കൊടുക്കുന്നില്ല കേട്ടോ. ബോർഡർ കൊടുത്തിട്ടില്ലെങ്കിൽ നല്ല ഭംഗി തന്നെയാണ്. നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് നോക്കാം. ഞാനിത് 2 പീസ് ചെയ്തെടുത്തിട്ടുണ്ട്. കാർഡ്ബോർഡ് ആയതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ആണി അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഡബിൾ സൈഡഡ് ടാപ്പ് സ്റ്റിക്ക് ചെയ്തിട്ട് വാളിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് വാളിൽ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ലുക്കും കൂടെ നോക്കാം. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സാധാരണ പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പം അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കണും അതിനോടൊപ്പം വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ എല്ലാവരും സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.